CSR ഫണ്ടിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തിയേറുകയാണ്. നിരവധി പേരാണ് അതിൽ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അന്തിക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VG ശശി നമ്മോടൊപ്പം ചേരുകയാണ്. മേഡം, ഇതെന്തായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തട്ടിപ്പ് നടന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത്? തട്ടിപ്പ് ഞങ്ങൾ സീഡ് തുടങ്ങിയിട്ട് ജൂലൈ 14-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അതിനുശേഷം ഇവർ മൂവാറ്റുപുഴയിൽ വണ്ടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ഉണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2-3 പേര് കാണാനായിട്ട് പോയി. കാരണം നമുക്ക് ഇങ്ങനൊരു സംവിധാനം വരുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയേണ്ടത്, നമുക്കൊരു വിശ്വാസം വരണ്ട. അങ്ങനെ അവിടെ പോയി. പിന്നെ എറണാകുളം മരടിൽ പോയിട്ട് ഇതിൻ്റെ ഒരു സമ്മിറ്റ്, NGOയുടെ ഒരു സമ്മേളനം, അതിൽ പങ്കെടുക്കാൻ ക്ഷണം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി. എല്ലാ സീഡിൻ്റെ ഭാരവാഹികൾ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് NGOകൾ അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളും CSR ഫണ്ട് വരുന്ന രീതിയും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ വിശ്വാസമാണ്. മാത്രമല്ല, ഇതിലേറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പങ്കെടുത്ത എല്ലാ പരിപാടികളിലും പ്രധാനപ്പെട്ട ആളുകൾ, നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലം തൊട്ട് താഴെ തട്ടിലുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്ക് വേറെ വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെ മാത്രമല്ല, പൊതുജനങ്ങൾക്ക്, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിട്ടുള്ള ഉപകരണങ്ങളും പഠനോപകരണങ്ങളും ഗൃഹോപകരണങ്ങളാണ് ഈ പദ്ധതി വഴി കൊടുക്കുന്നത്. അപ്പോൾ അത് പകുതി വിലയ്ക്ക്, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ഒരു പകുതി വിലയ്ക്ക് ഇത് കിട്ടുമ്പോൾ അത്തരം ഒരു സംവിധാനം പരമാവധി ആളുകൾക്ക് എത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു കൂട്ടം സ്ത്രീകൾ, മുഴുവൻ സ്ത്രീകളാണ് ഇതിൻ്റെ പ്രവർത്തകർ ഇറങ്ങിയത്. അടിത്തട്ടിൽ പ്രൊമോട്ടർമാരായി കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇവരെ മെമ്പർഷിപ്പ് ചേർക്കുന്നതും. അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, ജില്ലാ ഗ്രൂപ്പിലേക്ക് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് എന്നാണ് ഞങ്ങൾ, പ്രോജക്റ്റിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്, NGOയുടെ ദേശീയ അധ്യക്ഷനാണെന്നാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കത് വിട്ടന്വേഷിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കാരണം എത്ര പേർക്ക് പൈസ നഷ്ടപ്പെട്ടു? അന്തിക്കാട് മാത്രം 38 പേർക്ക് വണ്ടിയുടെ പണം അടച്ചിട്ടുണ്ട്. അത് നേരിട്ട് അനന്തകൃഷ്ണൻ പറയുന്ന അക്കൗണ്ടിലേക്കാണ് അടച്ചിട്ടുള്ളത്. പിന്നെ 24 പേർക്ക് ഹോം അപ്ലയൻസസിൽ പണം അടച്ചിട്ടുണ്ട്. അതും എല്ലാം തന്നെ നേരിട്ടുള്ള ട്രാൻസാക്ഷനാണ്. വ്യക്തി നേരിട്ട്, ഗുണഭോക്താവ് നേരിട്ട്. വണ്ടിക്ക് എത്ര രൂപ വെച്ചാണ് അടച്ചത്? അത് വണ്ടിയുടെ വില അനുസരിച്ചാണ്. ഇപ്പോൾ ഹോണ്ട ഉണ്ട്, സുസുക്കി ഉണ്ട്, അങ്ങനെ 3-4 കമ്പനിയുടെ വണ്ടികളുണ്ട്. അപ്പോൾ 1,20,000 രൂപ വരെയാണെങ്കിൽ 60,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല, കാരണം നമ്മളിൽ കൂടി അല്ല പോണത്. ഇതിപ്പോൾ എപ്പോഴാണ് തട്ടിപ്പ് നിങ്ങൾ ഇരയായി എന്ന് നിങ്ങൾക്ക് തോന്നിയത്? തട്ടിപ്പിന് ഇരയായി എന്ന് തോന്നിയത് അറസ്റ്റ് വന്നപ്പോഴാണ്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞ സമയത്തിനൊന്നും ഈ പ്രോജക്റ്റുകൾ നടപ്പിലായിട്ടില്ല. അപ്പോൾ വാട്ടർ ടാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് 3-4 മാസമായി. അപ്പോൾ ആ ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് മാർഗ്ഗമില്ല. അപ്പോൾ നിരന്തരം ഞങ്ങൾ ഗ്രൂപ്പിൽ ആവശ്യപ്പെടുമ്പോഴൊക്കെയും വളരെ ഹാർഷായിട്ടാണ് ഇയാൾ സംസാരിക്കുക. നിങ്ങൾക്ക് പറയുന്ന പോലെയല്ല, പകുതി വിലയ്ക്കല്ലേ ആളുകൾക്ക് കിട്ടുന്നത്, അതിൻ്റെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മീറ്റിങ്ങുകളിലാണ്, ഞാൻ ഓടിക്കൊണ്ട് നടക്കുകയാണ്, എനിക്ക് ഇരിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നല്ല രീതിയിൽ അത് നമുക്ക് ചെയ്യാം, ഇന്നതാണ് വിഷയം എന്നുള്ള രീതിയിലല്ല, വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് ആൾ നമുക്ക് മറുപടി തരിക. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ വൈകി, ഹോം അപ്ലയൻസസും പറഞ്ഞ സമയത്തിന് നടന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ 2 വീലറിന് ആളുകൾ പൈസ അടച്ചത്. പിന്നെ ഇതിൻ്റെ ടെൻഷനും പ്രഷറും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കിട്ടാനായിട്ട് നിങ്ങൾ തിരിച്ച് കിട്ടാൻ നിയമപരമായിട്ട് ഞങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. റൂറൽ SPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അന്തിക്കാട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ 1-ാം പ്രതിയാക്കിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇരകളാണ്. ഞങ്ങളിതിൻ്റെ പണം കൈകാര്യം ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കാര്യം പറഞ്ഞു നേരിട്ട് ഗുണഭോക്താക്കൾ അനന്തകൃഷ്ണനാണ് പണം അടച്ചിട്ടുള്ളത്. അനന്തകൃഷ്ണനാണ് 1-ാം പ്രതി ഇതിൽ. പക്ഷേ പല ആളുകളും വക്കീലിൻ്റെ വാക്ക് കേട്ടിട്ട് വക്കീൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നലെ അന്തിക്കാട് പോലീസിൽ ഒരു 8ഓളം പേര് ഞങ്ങൾക്കെതിരെ 1-ാം പ്രതി എന്നുള്ള രീതിയിൽ സീഡിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എന്നെയും പ്രസിഡൻറ്റിനെയും ചേർത്തുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ ലക്ഷ്യം വെച്ച്, സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു തട്ടിപ്പാണെന്ന കാര്യത്തിൽ വ്യക്തമാണ്. വീടുകളിലെ സാധാരണ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും അതിൽ പോയി പൈസ കൊടുത്തു. പക്ഷേ വലിയ തട്ടിപ്പിന് ഇരയായി എന്ന് അറിയുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.